ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തലിൽ മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പിനും ഭിന്നാഭിപ്രായമാണ്. വകുപ്പ് മന്ത്രിയുടെ പ്രശംസയ്ക്കിടയിലും ഹാരിസിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് മുഖ്യമന്ത്രി. ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് ഡോക്ടറുടെ വെളിപ്പെടുത്തൽ കാരണമായി എന്നാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം. എന്നാൽ ഹാരിസ് സത്യസന്ധനും കഠിനാധ്വാനിയുമാണെന്നായിരുന്നു കഴിഞ്ഞ ദിവസം മന്ത്രി വീണ ജോർജ് പ്രതികരിച്ചത്. ഇത് മുഖ്യമന്ത്രി തന്നെ സമ്മതിക്കുന്നുണ്ട് കേട്ടോ. ആ അർത്ഥത്തിൽ മുഖ്യമന്ത്രിയും ആരോഗ്യവകുപ്പ് മന്ത്രിയും രണ്ട് തരത്തിലല്ല. പക്ഷേ വീണ ജോർജ് വളരെ സൂക്ഷ്മമായി ഹാരിസിനെ പൂർണ്ണമായും സംരക്ഷിച്ചു പിടിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ മറുഭാഗത്ത് മുഖ്യമന്ത്രി ഇന്നലെ ഈ ഹാരിസിന്റെ വെളിപ്പെടുത്തൽ പ്രതിപക്ഷത്തിനൊരു ആയുധമായി എന്ന മട്ടിലാണ് പ്രതികരിച്ചത്. നമുക്ക് ആ പ്രതികരണങ്ങളൊന്ന് കണ്ടുവരാം. ഒരു ഗവൺമെന്റ് സർവന്റ് നല്ല ആത്മാർത്ഥതയുള്ളയാള്, അർപ്പണബോധത്തോടെ ജോലിയെടുക്കുന്നയാള്, അഴിമതി തീണ്ടാത്തിയാള് എല്ലാമാവട്ടെ, പക്ഷേ അത്തരമൊരാള് ഇന്ന് കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് അദ്ദേഹം അത് ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷെ അതാണ് വന്നിട്ടുള്ളത്. എല്ലാ കാര്യവും പൂർണ്ണതയിലായിരിക്കും എന്ന് ആർക്കും പറയാൻ കഴിയില്ല. ഡോക്ടർ ഹാരിസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്. നമ്മൾ സാധാരണ പറയുമല്ലോ, രോഗികളിൽ നിന്ന് പണം വാങ്ങിച്ചു അങ്ങനെയൊന്നും ചെയ്യാത്ത വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് ഡോക്ടർ ഹാരിസ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ കാത്തിരിക്കുന്നത് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ തുടർ പ്രതികരണങ്ങൾക്കാണ്. പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഡോക്ടർ ഹാരിസിന്റെ നീക്കങ്ങൾക്ക് പിന്നാലെ മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയകൾ ഇപ്പോൾ മുടങ്ങാതെ തുടരുന്നു എന്നതാണ് ആശ്വാസകരമായ വാർത്ത. ടി വി പ്രസാദ് ഉണ്ട് നമുക്കൊപ്പം. ടി വി പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. ടി വി പ്രസാദ്, എന്തായാലും ഹാരിസിന്റെ വെളിപ്പെടുത്തലോടുകൂടി രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, ഹാരിസ് വളരെ സത്യസന്ധനായ ഒരു ഡോക്ടറാണ് എന്നുള്ളത് ആരോഗ്യവകുപ്പ് മന്ത്രി സ്ഥിരീകരിച്ചു. മറുഭാഗത്ത് മുഖ്യമന്ത്രി അതിനെ ആ പ്രതികരണം അപകടം ചെയ്തു എന്ന മട്ടിലാണ് പ്രതികരിച്ചിരിക്കുന്നത്. പക്ഷേ ഏറെ ആശ്വാസകരമായ കാര്യം, ആ പയ്യന് 23 വയസ്സുള്ള ചെറുപ്പക്കാരന് ഇന്നലെ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചു. ഇപ്പോൾ മറ്റ് സർജറികളും തടസ്സമില്ലാതെ തുടരുന്നൊരു സാഹചര്യമുണ്ടായി. പറന്നെത്തുകയാണ് സാധനങ്ങൾ എന്നാണ് കേട്ടത്. അപ്പോൾ ആ അർത്ഥത്തിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഹാരിസ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ വിഷയത്തിൽ രണ്ട് തട്ടിലാണോ മുഖ്യമന്ത്രിയും ആരോഗ്യവകുപ്പ് മന്ത്രിയും? ഗുഡ് മോർണിംഗ് അരുൺ. ഗുഡ് മോർണിംഗ്. എന്തായാലും ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ വെളിപ്പെടുത്തലോടുകൂടി ആരോഗ്യരംഗത്തൊരു ചലനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അത് സർക്കാർ മേഖലയിൽ ഫണ്ട് അനുവദിക്കുന്നതിൽ മാത്രമല്ല അരുൺ, ആ ഫയൽ നീക്കത്തിൽ ഉൾപ്പെടെ ഉറക്കത്തിലായിരുന്ന പല ജീവനക്കാരെയും ഉണർത്താനും ഇത് നമ്മുടെ ഒന്നാം നമ്പറായി കിടക്കുന്ന ആരോഗ്യ സംവിധാനം അതേ നിലയിൽ തുടരാനുമുള്ള ഒരു സംവിധാനമാണ് എന്ന ഒരു തോന്നലിലേക്ക് ആളുകൾ വരാനുള്ളൊരു കാരണമായി എന്നതാണ്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ഇന്നലെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ സത്യസന്ധനും കഠിനാധ്വാനമാണെന്ന് പറഞ്ഞു. അതേ വർത്തമാനം തന്നെയാണ് ആരോഗ്യമന്ത്രിയും പറഞ്ഞത്. പക്ഷെ ഒരു വ്യത്യാസമുള്ളത്, ഇത്തരം കാര്യങ്ങൾ ഇനി സർക്കാർ ജീവനക്കാരും തുറന്നു പറയാൻ പാടില്ല എന്നൊരു മെസ്സേജ് കൂടി മുഖ്യമന്ത്രിയുടെ വാക്കുകളിലുണ്ട്. നമുക്കറിയാം അരുൺ, ആരോഗ്യരംഗത്ത് ഒരുപാട് വാർത്തകൾ നമ്മൾ കൊടുക്കാറുണ്ട്. അന്നൊക്കെ സംസ്ഥാന സർക്കാരായാലും ആരോഗ്യവകുപ്പ് മന്ത്രിയായാലും ആ വാർത്തയെല്ലാം നിഷേധിച്ച് രംഗത്ത് വരിക. സാധാരണ പതിവ് രീതി അതാണ്. മരുന്നില്ല എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്താൽ അത് വ്യാജ വാർത്തയാണെന്ന് പറയും. ശസ്ത്രക്രിയ ഉപകരണങ്ങൾ കുറവാണെന്ന് പറഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയും. പക്ഷേ ഈ രംഗത്തെ ഏറ്റവും ആത്മാർത്ഥതയുള്ള ഒരു മനുഷ്യൻ ഈ തുറന്നു പറഞ്ഞതിലൂടെയാണ് വലിയ പ്രതിസന്ധി സർക്കാരിനുണ്ടായത്. അത് പ്രതിപക്ഷത്തിന് ആയുധമാവുകയും ചെയ്തത്. അരുൺ, നമുക്കറിയാം ആത്മാർത്ഥതയുള്ള മനുഷ്യർക്ക് മാത്രമാണ് ഇതൊക്കെ പ്രശ്നമുള്ളത്. അതല്ലാണ്ട് കൈക്കൂലി വാങ്ങിക്കുന്ന ഡോക്ടർക്ക് എന്താണ് ബുദ്ധിമുട്ട്? അവർക്ക് ഇഷ്ടം പോലെ രോഗികളെ പുറത്തേക്ക് പറഞ്ഞു വിടാം, പുറത്തുനിന്ന് മരുന്ന് വാങ്ങിപ്പിക്കാം. പക്ഷേ ആത്മാർത്ഥതയുള്ള ഒരു ഡോക്ടർ പലതവണ പറഞ്ഞു നോക്കി, കത്തയച്ച് നോക്കി, അതിൽ സിസ്റ്റത്തിൽ നിന്ന് റിസൾട്ട് ഇല്ലാതായപ്പോഴാണ് സംഭവിക്കുന്നുണ്ടെങ്കിൽ സംഭവിച്ചോട്ടെ എന്ന് കരുതി ഒരുപക്ഷെ തൻ്റെ ജോലി തന്നെ നഷ്ടപ്പെട്ടേക്കും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഹാരിസ് ചിറക്കൽ എന്ന് പറയുന്ന ഡോക്ടർ നമ്മൾക്ക് ഓരോ മലയാളിക്കും വേണ്ടി ആ പോസ്റ്റ് ഇടാൻ തയ്യാറായത്. മുഖ്യമന്ത്രിയുടെ സന്ദേശം ഇത്രമാത്രമാണുള്ളത്: നിങ്ങൾ എത്ര ആത്മാർത്ഥതയുള്ള ആളായാലും ഒരു കാര്യവും തുറന്നു പറയാൻ പാടില്ല. അങ്ങനെ ഓരോ ആളുകളും തുറന്നു പറയാൻ തുടങ്ങിയാൽ അത് വലിയ രീതിയിൽ സംസ്ഥാന സർക്കാരിൻ്റെ പ്രകൃതിയെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായത്. ഉറപ്പായും അരുൺ പറഞ്ഞതുപോലെ ആ കുഞ്ഞിൻ്റെ ശസ്ത്രക്രിയ കഴിഞ്ഞു. മെഡിക്കൽ കോളേജിലേക്ക് കൂടുതൽ ഉപകരണങ്ങൾ എത്തുന്നു. യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ എന്തായാലും കാര്യങ്ങൾ വെടിപ്പായിട്ടുണ്ട്. താങ്ക് യു. അങ്ങനെ കാര്യങ്ങൾ വെടിപ്പാക്കുന്നതിൽ ഡോക്ടർ ഹാരിസിന്റെ സ്റ്റേറ്റ്മെന്റിന് ഒരു പങ്കുണ്ട് എന്ന് പ്രേക്ഷകരും സമ്മതിക്കുമല്ലോ. അതുകൊണ്ട് തന്നെയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വളരെ സൂക്ഷ്മതയോടുകൂടി ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. ഒരു ഘട്ടത്തിലും ഡോക്ടർ ഹാരിസിനെ തള്ളാൻ ആരോഗ്യവകുപ്പ് മന്ത്രി തയ്യാറായിരുന്നില്ല.